ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. ഇവിടെയുള്ള 2 വില്ലകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഈ വില്ലകളിൽ നിന്ന് പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ റോഡിലേക്ക്, ബസ് റൂട്ടിലേക്കൊക്കെ 250 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എങ്ങനെയാണ് എത്തിപ്പെടേണ്ടത്, എത്ര ദൂരമൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നോക്കാം. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. സെയിം തന്നെയാണ് കാക്കനാട് കളക്ടറേറ്റിലേക്കും 11 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ലുലു മാളിലേക്ക് 14 കിലോമീറ്ററും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് 19 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. ഇതൊരു വില്ല പ്രൊജക്റ്റ് ആണ്. ഇവിടെ ബാക്കിയുള്ള ഒരുപാട് വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതും അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞ് സെയിലിനായി ഇട്ടിരിക്കുന്ന ഒരേപോലെയുള്ള 2 വീടുകളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇതിന്റെ ലാൻഡ് അളവും അതുപോലെ തന്നെ സ്ക്വയർ ഫീറ്റും റേറ്റും എല്ലാം തന്നെ സെയിം ആണ്. ബാക്കിയുള്ള കുറച്ച് ഇന്റീരിയറുകളിൽ മാത്രമാണ് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ കാണുന്ന ഒരു വീട് എങ്ങനെയാണെന്നുള്ളത് ഇതിന്റെ ഡീറ്റെയിലൊക്കെ നമുക്കിത് പരിചയപ്പെടാം. ഈ കാണുന്ന വീടിന്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. ഇതിന്റെ ഫേസിംഗ് വരുന്നത് ഈസ്റ്റ് സൈഡിലേക്കാണ്. ഈ കാണുന്ന വീടിന്റെ ഫേസിംഗ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം ഒരുപാട് വീടുകളുടെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വോയിസ് ഡിസ്റ്റർബൻസ് തോന്നുന്നത്. ഈ കാണുന്ന വില്ലകളിലേക്കുള്ള വഴി നല്ല രീതിയിൽ തന്നെ ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയെല്ലാം നിറയെ വില്ലകളാണ് ഈ സറൗണ്ടിങ്സിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2 വീടുകളാണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് റെഡിയാക്കി നിർത്തിയിരിക്കുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന വീടിന്റെ ഗേറ്റ്, മതിൽ അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ മതിൽ നിങ്ങൾ കണ്ടു. അത്യാവശ്യം നല്ല ടെക്സ്റ്റൈൽ വർക്കുകളോടൊക്കെ കൂടിയ ഭംഗിയുള്ള രീതിയിലാണ് മതിൽ ചെയ്തിരിക്കുന്നത്. മതിലിന്റെ എല്ലാം വരുന്ന പില്ലേഴ്സിലും തന്നെ നല്ല ഭംഗിയുള്ള ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഗേറ്റ് വന്നിട്ടാണെങ്കിലും ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് നമുക്ക് തുറന്നു വയ്ക്കാവുന്ന രീതിയിലുമാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫുൾ ആയിട്ടുള്ള എലിവേഷൻ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ടെക്സ്റ്റൈൽ വർക്കുകളുണ്ട്, കളർഫുൾ പെയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇതിന്റെ ഒരു എലിവേഷൻ അവരെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീട് ഫുൾ ആയിട്ട് തന്നെ LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. വീടിന്റെ ഈ ഒരു കോമ്പൗണ്ടിനകത്തേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് വളരെ ലെങ്ത് ആയ ഒരു സ്പേസ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ടോട്ടലി നമുക്ക് പാർക്ക് ചെയ്യാവുന്ന 2 വാഹനങ്ങളാണ്. 2 വലിയ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ധാരാളം സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ വീടിന് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാം ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കിണർ വരുന്നുണ്ട്. ഇവിടത്തേക്കുള്ള ഡ്രിങ്കിങ് വാട്ടറിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കിണറാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് കിണർ വെള്ളമാണ്. ബിക്കോസ് ഈ കാക്കനാട് സൈഡുകളിലൊക്കെ നിങ്ങൾക്കറിയാം നല്ല വെള്ളമാണ് കിട്ടുന്നത്. കിണർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ബാക്ക് സൈഡ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് എൻഡിലായിട്ട് അവിടുത്തെ വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ആ ഒരു സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പോകുന്ന വഴികളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയായിട്ട് സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് അവിടെ എല്ലാം തന്നെ അവര് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന സമയത്താണെങ്കിലും വീടിന്റെ ബാക്ക് സൈഡ് ആണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. ആ ഒരു ബാക്ക് സൈഡ് ചെന്ന് എൻഡ് ചെയ്യുന്നതും ആ ഒരു വർക്ക് ഏരിയയുടെ പോർഷനിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ചിങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പം സാധാരണ ഒരു വീടുകളിലൊക്കെ കാണുന്നത് പോലെ ഇവിടെ നിറയെ ഗ്രാസുകളൊന്നും വിരിക്കാതെ ഇടയിലൂടെ ചില പോയിന്റ്സിൽ മാത്രം ഗ്രാസ് ഒക്കെ വിരിച്ച് വളരെ ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്.
ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. അത്യാവശ്യം വലിയ നീളത്തിലും വീതിയിലും ഒക്കെ ഉള്ളൊരു സിറ്റ് ഔട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു പില്ലേഴ്സ് ഒക്കെ വന്നിട്ടാണെങ്കിലും ഭംഗിയുള്ള ഡിസൈനിലെ ടെക്സ്ചർ വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ സിറ്റ് ഔട്ടിന്റെ മുകൾ ഭാഗത്തായിട്ടൊരു ഫാൻ അവർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അവിടെയൊക്കെ ആണെങ്കിലും നിറയെ LED ലൈറ്റുകളും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് വീടിന്റെ മെയിൻ ഡോർ ആണ്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഒറ്റപ്പാളിയിലായിട്ടാണ് ഈ കാണുന്ന ഡോറ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒക്കെ വർക്ക് നടക്കുന്നതിന്റെ ഭയങ്കര സൗണ്ടുകൾ വരുന്നതുകൊണ്ട് നമുക്ക് ഡോർ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ TV യൂണിറ്റ് ആണ് ആദ്യം വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനുകളോട് കൂടിയിട്ടാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വിൻഡോസ് വരുന്നത്. ഇപ്പൊ നമ്മൾ കൂടുതലും കാണുന്ന വീടുകളിലൊക്കെ കോൺക്രീറ്റിന് പകരം ഈ ഭാഗത്തൊക്കെ വുഡാണ് എല്ലാവരും ഔട്ടർ ഫ്രെയിം ആയിട്ട് കൊടുക്കുന്നത്. ആ ഒരു പ്രത്യേക ഭംഗിയുണ്ട് നമുക്കത് കാണുമ്പോൾ തന്നെ. അതുപോലെ ഇവിടുത്തെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ ഒരുപാട് നല്ല വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഒത്തിരി വുഡൻ പാനലിങ്സ് ഒക്കെ കൊടുത്ത് അതിനുള്ളിലൊക്കെ LED സ്ട്രിപ്സും LED ലൈറ്റും ഒക്കെ കൊടുത്ത് ഇവിടെ എല്ലാ റൂമുകളിലും തന്നെ ഫാൻ ഫെസിലിറ്റിയും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫ്ലോറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിൽ ഒരു ചെറിയ ഡിസൈൻ വരുന്ന രീതിയിലുള്ള ഫ്ലോറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു TV യൂണിറ്റിനോട് തൊട്ടടുത്ത് തന്നെ അതിനോട് തന്നെ കണ്ടിന്യൂഷൻ വരുന്ന ഒരു എൻട്രൻസ് ആണ് ഡൈനിങ് സ്പേസിലേക്കും അവർ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്കൊരു 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടുത്തെ ഈ ഒരു ഏരിയയ്ക്ക് അവർ കൊടുത്തിരിക്കുന്നത്. നേരെ സ്ട്രെയിറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം 4 വിൻഡോകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് നോക്കുമ്പോഴാണെങ്കിലും നല്ല രീതിയിലുള്ള വുഡൻ പാനലിങ്സും ഒരുപാട് LED വർക്കുകളും ഒക്കെയാണ് LED സ്ട്രിപ്പുകളുടെ ഒക്കെ വർക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ ഏരിയ ആണ് ഡൈനിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഡൈനിങ്ങിന്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് അടിയിലുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നമുക്ക് അവിടെ ഇൻവെർട്ടർ ഒക്കെ വയ്ക്കാനായിട്ട് ഓൾറെഡി ഒരു ഏരിയ അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ബാക്കി വരുന്ന ഭാഗം കുറച്ചൊരു സെപ്പറേറ്റ് ആയിട്ടൊരു വുഡന്റെ ഔട്ട് ഫ്രെയിം ഒക്കെ ഇട്ടിട്ട് അതിനുള്ളിൽ ഗ്രാസ് ഒക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിട്ടാണ് ആ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. അതിന്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെയാണ് ഇവിടുത്തെ വാഷിംഗ് കൗണ്ടർ വരുന്നത്. സെറയുടെയാണ് ഇവിടുത്തെ ടോയ്ലറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഇരിക്കുന്ന ഒരു വാഷ് ബേസിന്റെ ഏരിയ വളരെ ഭംഗിയായിട്ട് വുഡൻ വർക്കുകളോടുകൂടിയ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ ചെല്ലുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം ഇതിന് ചുറ്റിലും വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ വിൻഡോസ് ആയിട്ടും 3 വരുന്ന വിൻഡോസും ആയിട്ടും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. എല്ലാ ഫെസിലിറ്റികളോടും കൂടി വിത്ത് മിറർ ആയിട്ടാണ് ഒരു വലിയ വാർഡ്രോബ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു വുഡൻ കളറാണ് വാർഡ്രോബിന് വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഇതിലെ റൂഫിലൊക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും സ്റ്റാൻഡേർഡ് ആയ രീതിയിലുള്ള വർക്കുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വർക്കുകളൊക്കെ നമ്മൾ ഈ വോളിലേക്കും കൂടെ താഴേക്ക് ഇറങ്ങി വരുന്ന രീതിയിലൊക്കെ ചെയ്തിട്ട് ആ വോളിനും കൂടെ കുറച്ച് ഭംഗി കിട്ടുന്ന രീതിയിലാണ് അവർ വർക്കുകളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന കബോർഡുകളുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഫ്ലോറിലൊക്കെ വന്നിട്ട് ചെറിയൊരു ഡിസൈനർ ആയിട്ടുള്ള ടൈലും അതുപോലെ തന്നെ വോളിലൊക്കെ വന്നിട്ട് ഒരു വൈറ്റ് ആൻഡ് ആഷ് കളറിലുള്ള ടൈലുമാണ് ബാത്റൂമിനകത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഈ ഒരു നമ്മുടെ ഒരു സ്റ്റെയറിന്റെ ഒക്കെ ആ ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് കിച്ചൺ വരുന്നത്. ഞാൻ പറഞ്ഞു ടോട്ടൽ 4 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. ഒരു ബെഡ്റൂം നമ്മൾ ജസ്റ്റ് കണ്ടു. നമുക്കിനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. ഡോറുകളുടെ പാറ്റേൺ എല്ലാം തന്നെ സെയിം ആയിട്ടാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇതിന് ചുറ്റിലും നിറയെ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ഭാഗത്തായിട്ട് നല്ല ഭംഗിയുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു വാർഡ്രോബാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ കളറുള്ള ഷെയ്ഡാണ് വാർഡ്രോബുകൾക്ക് കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റിനുമുള്ള ഫ്രെയിമിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ തന്നെ LED സ്ട്രിപ്സ് ഒക്കെ ഇട്ടിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇതിന്റെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കുകളാണ് റൂഫിലൊക്കെ ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ ഫ്ലോറിലൊക്കെ കുറച്ച് ഡിസൈനർ ആയിട്ടുള്ള ഒരു ആഷ് കളറുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
അങ്ങനെ നമ്മൾ ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ വരുന്നത് കിച്ചണിലേക്കാണ്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് കിച്ചണിന്റെ ഡോർ വന്നിട്ട് ഇങ്ങനെയാണ്. കുറച്ച് ഡിസൈനറുകളൊക്കെ ആയിട്ട് ഗ്ലാസ്സിലൊക്കെ കുറച്ച് പോർഷൻസ് കൊടുത്തിട്ടാണ് ഇവിടുത്തെ കിച്ചണിന്റെ ഡോർ അവർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നമ്മളൊരു ഫാമിലി 1-2 പേർക്കൊക്കെ നിന്ന് കുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സൗകര്യത്തിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ഒരു സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള സിൽവർ ആൻഡ് വൈറ്റ് കളറിലുള്ള ഒരു ടൈലൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയുള്ള കംപ്ലീറ്റ് നമുക്ക് വാർഡ്രോബുകൾ, ഈ കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ കാണാം, ഒരു ലൈറ്റ് ആഷ് കളറിലുള്ള ഒരു ക്യാബിനറ്റുകളാണ് ഇവിടെ എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് 2 ലെയറിലും താഴെ കംപ്ലീറ്റ് ആയിട്ടും ഒക്കെ ഒരുപാട് കബോർഡ് ഫെസിലിറ്റികളാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത്. അതുകൂടാതെ ഇതിന്റെ റൂഫിലാണെങ്കിൽ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാം, ഒരു ഫാൻ അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെയും ഒരു ചെറിയൊരു സിങ്ക് ഫെസിലിറ്റി കൂടി നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് നമ്മൾ കയറി വരുന്ന സമയത്ത് സ്റ്റെപ്സ് എല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വോളിൽ കംപ്ലീറ്റ് ആയിട്ട് പെർഗോള മോഡലിൽ കുറച്ച് ഓപ്പണിങ്സ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റെപ്പുകളുടെ എല്ലാം ഹാൻഡ് റെയിൽസ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് നേരെ വരുന്ന സമയത്ത് നമുക്കിവിടെ വലിയൊരു ഹാളാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളുടെ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു വലിയ ഹാളാണെന്ന് പറഞ്ഞിരുന്നു. അതുകൂടാതെ നമുക്ക് ആ ഒരു ഭാഗത്തേക്കും ഒരുപാട് സ്പേസുകൾ കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ഏരിയ വരുമ്പോൾ ഇവിടെ തന്നെ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് പോകാം. അപ്പം ഈ ഒരു നമ്മൾ സ്റ്റെപ്പ് കയറി വന്നു, ഈ വീടിൻ്റെ റൈറ്റ് സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് നമുക്കിവിടെ അപ്പർ ഗസ്റ്റ് ലിവിങ് ഏരിയ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് TV ഒക്കെ വെക്കാനുള്ള സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല ഭംഗിയുള്ള ഷെൽഫ് ഫെസിലിറ്റികളൊക്കെ കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടുത്തെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പാളിയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് വേറെയും 3 പാളിയുടെ വിൻഡോസ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഹാൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി എൻഡിങ് വരെയുള്ള ഹാളിൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെയാണ് LED ലൈറ്റുകളും ഫാൻ ഫെസിലിറ്റിയൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാളിൻ്റെ ഈ ഭാഗത്തായിട്ടൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കുള്ള എൻട്രിയാണ്. ബാൽക്കണിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് വലിയൊരു ബാൽക്കണിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് 2 പോർഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പോർഷൻ വേറെയും അപ്പുറത്തായിട്ട് സെപ്പറേറ്റ് വേറൊരു പോർഷനുമായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇടയ്ക്കുള്ള ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഗ്ലാസ് ഫെസിലിറ്റി അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് റൂഫിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാം നല്ല രീതിയിലുള്ള വർക്കുകളും അതുപോലെ ഇവിടുത്തെ വോളിലാണെങ്കിൽ കുറച്ച് ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. റൂഫിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ധാരാളം വർക്കുകളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഇതിൻ്റെ റൂഫൊക്കെ ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്തൊക്കെ ഒരുപാട് വില്ലകളുടെ കൺസ്ട്രക്ഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം പണി പൂർത്തിയായിട്ടുള്ള ഈ 2 വില്ലകളാണ് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഇപ്പോൾ നല്ലൊരു ബഡ്ജറ്റിൽ കിട്ടുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വീടുകൾ വാങ്ങിക്കാനായിട്ട് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു പോർഷൻ നമ്മൾ കണ്ടു. അവിടെ നിന്നും ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ കാണാം, ഈ ഒരു സ്റ്റെപ്പ് കയറി നമ്മൾ വന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ കണ്ടത്. ഇങ്ങോട്ട് നമ്മൾ വരുന്ന സമയത്താണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ ഇവിടെ അവർ കുറച്ച് റീഡിംഗ് പർപ്പസിനൊക്കെ ആയിട്ട് ഒരു ചെറിയ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ചെറിയൊരു കബോർഡ് ഫെസിലിറ്റി ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിനോട് ആ ഒരു ഏരിയയോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഇവിടെ നമ്മൾ താഴത്തുള്ള ബെഡ്റൂമുകൾ കണ്ടപ്പോഴൊക്കെ നിങ്ങൾ കണ്ടു കാണും. അവിടെയെല്ലാം ഇതുപോലൊരു ചെറിയൊരു ടേബിൾ ഫെസിലിറ്റി അവർ എല്ലായിടത്തും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു റൂമിൽ എവിടെ വേണമെങ്കിലും വയ്ക്കാവുന്ന രീതിയിൽ റിമൂവബിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളിലും തന്നെ അവരിത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ ഇവിടെയായിട്ടാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു വുഡൻ ആൻഡ് വൈറ്റ് കളറിലെ ഫിനിഷോട് കൂടിയിട്ടാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിലൊക്കെ ആണെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് LED ലൈറ്റുകളും ഫാൻ ഫിറ്റിങ്ങും ഒക്കെ തന്നെ അവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ടൈലുകളുടെ കളറുകളൊക്കെ കാണാം. ഒരു ലൈറ്റ് ആഷ് കളറിലും ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനുകളൊക്കെയാണ് ടൈലുകൾക്ക് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ താഴെ 2 ബെഡ്റൂം കണ്ടു, മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം കണ്ടു. ഇനി നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്.
ഇവിടുത്തെ ബെഡ്റൂമുകളെല്ലാം തന്നെ നല്ല വലുപ്പത്തിലാണ് എല്ലാ ബെഡ്റൂമുകളും ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും 2 ചെറിയ ടേബിൾ ഫെസിലിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ 2 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകളുടെയൊക്കെ പാറ്റേൺ എല്ലാം തന്നെ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വാർഡ്രോബ് നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഔട്ടർ ഫ്രെയിമിൽ LED സ്ട്രിപ്പൊക്കെ വരുന്ന രീതിയിൽ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെയൊക്കെ റൂഫിലാണെങ്കിലും ഒരുപാട് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ LED സ്ട്രിപ്സും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്തും സെയിം താഴെയൊക്കെ കണ്ട സെയിം ടൈലുകളുടെ കളർ കോമ്പിനേഷനുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡോറ് കാണാം. ഇത് തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. നല്ലൊരു വലിയ സ്പേസ് തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയയ്ക്കായിട്ട് അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ അതിന് ഓപ്പണിംഗ് വരുന്നുണ്ട്, ഇവിടെയും ഓപ്പണിംഗ് വരുന്നുണ്ട്. ഇതിങ്ങനെ ടെമ്പററി ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്, കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഒരു റൂമായിട്ട് തന്നെയാണ് അവരിത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ്റെ ഫെസിലിറ്റി ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സൗണ്ടുകൾ വരുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആ ഭാഗത്തേക്ക് അധികം കൊണ്ടുപോകുന്നില്ല. തൊട്ടടുത്ത വില്ലകളിലൊക്കെ ഒരുപാട് വർക്കുകളാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു യൂട്ടിലിറ്റി ഏരിയയിൽ നിന്ന് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുകളിലുള്ള ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ ബാക്കിയുള്ള പ്രൈസ് അങ്ങനെയുള്ള കോൺഫിഗറേഷൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിന്ന് 2 വീടുകളാണ് പരിചയപ്പെട്ടത്. ഞാൻ ഓൾറെഡി പറഞ്ഞു 2 വീടുകൾക്കും ഒരേ ലാൻഡ് അളവും സ്ക്വയർ ഫീറ്റും റേറ്റും ഒക്കെയാണ് വരുന്നത്. ഇന്റീരിയറിൽ മാത്രമാണ് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ ഈ വീട്ടിൽ നമുക്ക് മെയിനായിട്ട് എടുത്തു പറയേണ്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നല്ല ശുദ്ധമായ കുടിവെള്ളം, കിണർ വെള്ളം കിട്ടുന്ന ഒരു ഭാഗത്താണ് ഈ കാണുന്ന വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ വീട് ചെയ്തിരിക്കുന്നത് 4.6 സെന്റ് സ്ഥലത്താണ്. 2190 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 85 lakhs ആണ്. ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 4.6 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 2190 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഈ വീടുകൾക്ക് ഉദ്ദേശിക്കുന്ന പ്രൈസ് 85 lakhs ആണ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ കാണുന്ന ഭംഗിയുള്ള വീടുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്ത മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.